ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ. സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം. അണയാം അനുദപിക്കാം അനുരഞ്ജിതരായി ബലിയേകാം. ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ. സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്ന് വിശുദ്ധ പാതിരെ പിയോയുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. വിശുദ്ധ പാതിരെ പിയോ നമുക്കറിയാം ഫ്രാൻസിസ്കൻ ഒരു സന്യാസി ആയിരുന്നു. ആ സന്യാസത്തിൽ നിന്നുകൊണ്ട് കർത്താവിനെ പൂർണ്ണമായിട്ട് സമർപ്പണത്തിൻ്റെ മാധുര്യം ജീവിതത്തിൽ വളരെ തൻ്റെ വ്രതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണ എന്നീ 3 അനുസരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഇംഗിതത്തിനായിട്ട് തന്നെ സമർപ്പിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ പാതിരെ പിയോ. നമുക്കറിയാം 5 പഞ്ചശതങ്ങൾ കർത്താവിൻ്റെ 5 മുറിവുകൾ ശരീരത്തിൽ കണ്ടതുപോലെ ഉള്ളതുപോലെ അതേ മുറിവുകൾ അതേ സ്ഥാനത്ത് തന്നെ ഈ പാതിരെ പിയോയുടെ ശരീരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. കർത്താവിൻ്റെ തിരുമുറിവുകൾ തൻ്റെ ശരീരത്തോട് ഒപ്പിയെടുത്ത ഒരു വലിയ വിശുദ്ധൻ കൂടിയാണ്. അതനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ച വിശുദ്ധൻ കൂടിയാണ്. ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ആ വിശുദ്ധൻ്റെ വിശുദ്ധി നമുക്ക് ജീവിതത്തിൽ സ്വന്തമാക്കാം. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ഈശോയോട് യാചിക്കുകയും വിശുദ്ധൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യാം. ഇന്ന് ബലിയർപ്പണത്തിൽ നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത് ആത്മശാന്തിക്കായിട്ട് ലൂസിയാനി, ക്രിസ്റ്റഫർ പൗളി, ബെഞ്ചമിൻ ഐസക് പീലി, പോൾ, റീസ പീലി എന്നീ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നമുക്ക് ഓർക്കാം. അതോടൊപ്പം തന്നെ OET എക്സാം എഴുതുന്ന ജോയ്സി ജോസ് എന്ന മോളെ, ജർമ്മനിയിലേക്ക് പോകുന്ന റോജിൻ എന്ന മകനെ, ബയോപ്സിക്ക് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ബയോപ്സി നെഗറ്റീവ് ആകാൻ പ്രാർത്ഥിക്കുന്ന ഫ്രാൻസിസ് എന്ന മകനെ, അമൽ ജോസഫ് നല്ലൊരു ജോലി നൽകാനായിട്ട് ലഭിക്കാനായിട്ട് പ്രാർത്ഥന സഹായിക്കുന്നു ആ മകനെയും. അതോടൊപ്പം തന്നെ ബാബിൻ പോൾ, ജോസ്ഫൈൻ, ആഗ്നസ്, അന്റോണിയോ, പൗള, ആൽബസ് എന്നീ സഹോദരങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളും കർത്താവിൻ്റെ ബലിപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ ബലിയർപ്പണത്തിൽ നമ്മൾ പങ്കുകൊള്ളാൻ യോഗ്യതയുള്ളവരല്ല, അതായത് യോഗ്യരാക്കേണ്ട ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ തിരുമുമ്പിൽ പാവങ്ങളെക്കുറിച്ച് ഓർത്ത് അനുദപിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേരുന്നില്ല. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ തിരികെ പരിസ്വരത്തോടും ലാമലാഹമാനുസരോടും സഹോദരനെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മളെത്തി ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വസനത്തിനുമായ ദൈവം നിസ്തുലമായ കൃപയാൽ വൈദികനായ വിശുദ്ധ പാതിരെ പിയോയെ അങ്ങേ പുത്രന്റെ കുരിശിൽ പങ്കുകാരാകാൻ അനുഗ്രഹിക്കുകയും അദ്ദേഹത്തിന്റെ ശുശ്രൂഷയാൽ അങ്ങേ കൃപയുടെ അത്ഭുത പ്രവൃത്തികൾ നവീകരിക്കുകയും ചെയ്തുവല്ലോ. അദ്ദേഹത്തിന്റെ മധ്യസ്ഥത്താൽ ക്രിസ്തുവിനോട് സഹനങ്ങളോട് ഞങ്ങൾ നിരന്തരം ഐക്യപ്പെടുവാനും വിയർപ്പിന് മഹത്വത്തിൽ സന്തോഷത്തിൽ എത്തിച്ചേരാനും അനുഗ്രഹിക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തെ ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങൾ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. ഒന്നാം വായന. ദുർമാർഗികളെ കർത്താവ് വെറുക്കുന്നു. വാത്സല്യ മകനെ, നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത്. അയൽക്കാരൻ ചോദിക്കുന്ന വസ്തു നിന്റെ കൈവശമുണ്ടായിരിക്കെ പോയി വീണ്ടും വരിക, നാളെ തരാം എന്ന് പറയരുത്. നിന്നെ വിശ്വസിച്ച് പാർക്കുന്ന അയൽക്കാരനെ ദ്രോഹിക്കാൻ ആലോചിക്കരുത്. നിനക്ക് ഉപദ്രവം ചെയ്യാത്തവനുമായി കലഹിക്കരുത്. അക്രമിയുടെ വളർച്ചയിൽ അസൂയപ്പെടുകയോ അവൻ്റെ മാർഗം അവലംബിക്കുകയോ അരുത്. ദുർമാർഗികളെ കർത്താവ് വെറുക്കുന്നു. സത്യസന്ധരോട് അവിടുന്ന് സൗഹൃദം പുലർത്തുന്നു. ദുഷ്ടരുടെ ഭവനത്തിന്മേൽ കർത്താവിൻ്റെ ശാപം പതിക്കുന്നു. എന്നാൽ
നീതിമാന്മാരുടെ ഭവനത്തെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. നിന്ദിക്കുന്നവരെ അവിടുന്ന് നിന്ദിക്കുന്നു. വിനീതരുടെ മേൽ കാരുണ്യം. ജ്ഞാനികൾ ബഹുമതി ആർജിക്കും, ഭോഷർക്ക് അവമതി ലഭിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അങ്ങേ കൂടാരത്തിൽ നീതിമാൻ വസിക്കും. കർത്താവേ, കർത്താവേ, അങ്ങേ കൂടാരത്തിൽ അങ്ങേ കൂടാരത്തിൽ നീതിമാൻ വസിക്കും. നീതിമാൻ വസിക്കും. നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും പരദൂഷണം പറയുകയോ ചെയ്യാത്തവൻ. കർത്താവേ, കർത്താവേ, അങ്ങേ കൂടാരത്തിൽ അങ്ങേ കൂടാരത്തിൽ നീതിമാൻ വസിക്കും. നീതിമാൻ വസിക്കും. സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ. ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും ചെയ്യുന്നവൻ. കർത്താവേ, കർത്താവേ, അങ്ങേ കൂടാരത്തിൽ അങ്ങേ കൂടാരത്തിൽ നീതിമാൻ വസിക്കും. നീതിമാൻ വസിക്കും. കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ. ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും. കർത്താവേ, കർത്താവേ, അങ്ങേ കൂടാരത്തിൽ അങ്ങേ കൂടാരത്തിൽ നീതിമാൻ വസിക്കും. നീതിമാൻ വസിക്കും. അല്ലേലൂയ, അല്ലേലൂയ. തൻ്റെ സൃഷ്ടികളിൽ ആദ്യഫലമാകേണ്ടതിന് സത്യത്തിൻ്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകാൻ അവിടുന്ന് തിരുമനസ്സായി. അല്ലേലൂയ. സർവശക്തനായ ദൈവമേ, അവിടുത്തെ വിശുദ്ധ സുവിശേഷദായകം പ്രഘോഷിക്കുന്നതിന് എൻ്റെ ഹൃദയത്തെയും വചനങ്ങളെയും സംശുദ്ധമാക്കി അല്ലണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടം വിളിച്ചത് ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വെക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർ വെളിച്ചം കാണാൻ അത് പീഠത്തിന്മേൽ വയ്ക്കുന്നു. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല, അറിയപ്പെടാതെയും വെളിച്ചത്ത് വരാതെയും ഇരിക്കുന്ന രഹസ്യവുമില്ല. ആകയാൽ നിങ്ങൾ എപ്രകാരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്നാൽ ഉള്ളവന് പിന്നെയും നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്നുണ്ടെന്ന് അവൻ വിചാരിക്കുന്നത് കൂടെയും എടുക്കപ്പെടും. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. സാദരമങ്ങേ പാവനപാദം തേടി വരുന്നു ഞങ്ങളിതാ. കാഴ്ചകളേന്തും താലവുമായി നിൽപ്പൂ നിന്നുടെ സന്നിധിയിൽ. സാദരമങ്ങേ പാവനപാദം തേടി വരുന്നു ഞങ്ങളിതാ. കാഴ്ചകളേന്തും താലവുമായി നിൽപ്പൂ നിന്നുടെ സന്നിധിയിൽ. സഹോദരങ്ങളെ, നിങ്ങളെയും വിലയും സർവശക്തന പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ ശുദ്ധിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ ദിവസം മുഴുവൻ നന്മയ്ക്കുമായ അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കാരുണ്യവാനായ വിശുദ്ധ പാദ്രി പിയോയിൽ പഴയ മനുഷ്യനെ വരുത്തിച്ച് അങ്ങേ സാദൃശ്യത്തിൽ പുതിയ മനുഷ്യനെ രൂപപ്പെടുത്താൻ അങ്ങ് തിരുവള്ളമായല്ലോ. അതുപോലെ ഞങ്ങളും നവീകൃതരായ അങ്ങേക്ക് സ്വീകാര്യമായ പാപത്തിന് ബലി അർപ്പിക്കുവാൻ കാരുണ്യപൂർവ്വം ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവ്വസ്വരത്തിനുമായ ദൈവം, ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് അർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരമാണല്ലോ. എന്നാൽ വിശുദ്ധ പാദ്രി പിയോയുടെ തിരുനാൾ ആഘോഷത്തിൽ ആനന്ദിക്കാൻ അങ്ങ് സഭയ്ക്ക് അനുഗ്രഹം നൽകുന്നു. അങ്ങനെ ആ പുണ്യജീവിത മാതൃകയിൽ സഭ അങ്ങ് ശക്തിപ്പെടുത്തുകയും വചന പ്രഘോഷത്തിലൂടെ ഉത്ബോധിപ്പിക്കുകയും അങ്ങേ പ്രസാദിപ്പിക്കുന്ന യാചന അങ്ങേ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ ലാമലാഹമാണി വിശുദ്ധ ഗണത്തോട് ചേർന്ന് അങ്ങേക്ക് സ്തുതിഗീതം ആലപിച്ച് അവരാമം ഞങ്ങൾ പ്രകീർത്തിക്കുന്നു.
പരിശുദ്ധൻ 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 സകല കർത്താവായ ദൈവം സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഹോസാന അനുഗ്രഹീതൻ. ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ തൊറ്റി കൊടുക്കപ്പെട്ട സമരസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു നളിച്ചത് എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്ക വരുന്നതാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു നളിച്ചത് എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ശുദ്ധപ്പെടാനിരിക്കുന്ന രക്തത്തിന് നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും മനതുരംഗം മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങ് ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഒരു നിമിഷം ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ഓർക്കാം, സമാധാനങ്ങളെല്ലാം ഓർക്കാം. സമാധാനത്തിന് നന്ദി പറയാം, സന്തോഷത്തിന് നന്ദി പറയാം. അപ്പോൾ രക്ഷിതന് ഈശോയ്ക്ക് നന്ദി അർപ്പിക്കാം. രോഗപീഠകൾ സുഖപ്പെടുത്തുന്ന ഈശോയ്ക്ക് നന്ദി അർപ്പിക്കാം. അതുപോലെ നമ്മുടെ പ്രത്യേകമായുള്ള നിയോഗങ്ങൾ, സമർപ്പിച്ച നിയോഗങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് കർത്താവിനെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്ന ലൂസിയാനി, ക്രിസ്റ്റഫർ പൗളി, ബെഞ്ചമിൻ ഐസക് പീലി, പോൾ, ട്രീസ പീലി എന്നീ സഹോദരങ്ങളുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. OET എക്സാം എഴുതുന്ന ജോയ്സി ജോസിനെ സമർപ്പിക്കാം. ജർമ്മനിയിലേക്ക് പോകുന്ന റോജിനെ സമർപ്പിക്കാം. ബയോപ്സി നെഗറ്റീവ് ആകാൻ പ്രാർത്ഥിക്കുന്ന ഫ്രാൻസിസിനെ സമർപ്പിക്കാം. അമൽ ജോസഫ് നല്ല ജോലിക്കായി പ്രാർത്ഥന സഹായം യാചിക്കുന്നു. ബാബിൻ പോൾ, ജോസ്ഫൈൻ, ആഗ്നസ്, അന്റോണിയ, പൗള, ആൽവസ് എന്നീ സഹോദരങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളും ഈശോ ആശീർവദിക്കാൻ അനുഗ്രഹിക്കാൻ നമുക്ക് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. സാന്റോ മിഷനിലൂടെ ബലി അർപ്പണം നൽകി അനുഗ്രഹിക്കുന്ന നമ്മുടെ ജോഫിനെയും വെബിനെയും ജിസ്റ്റിനെയും ക്ലിനെയും ക്രിസ്റ്റിയെയും അവരുടെ പ്രത്യേകമായിട്ടുള്ള നിയോഗങ്ങളെല്ലാം ആശീർവദിക്കപ്പെടാൻ അനുഗ്രഹിക്കപ്പെടാൻ നമുക്ക് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആകെ കർത്താവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമ്പി നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനെ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പോരക്ഷയുടെ പാനപാത്രം ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിലും അങ്ങ് ചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ. താഴ്മയോടെല്ലാം അപേക്ഷിക്കുന്ന കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങൾ ഫ്രാൻസിസ് പാപ്പായോട് ഞങ്ങളുടെ ഉത്തരാന്മാരോടും വൈദികണത്തോടും മൊത്തം സഭയെ അങ്ങ് സ്നേഹത്തിന് പൂർണ്ണത്തിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മാതാവായ പരിസകനികാമരത്തോടും ആ കനിയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട പിതാവിനോട് അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങൾ സാധിപ്പിച്ച സ്ഥലവിസ്തരോടുമൊത്ത് ജീവൻ പങ്കുചേരുന്ന ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോട് ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവപിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബുദ്ധരായും സർവവൽകൃതരായും നിർഭയം നമുക്ക് ഏൽച്ചെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുമാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങൾ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിന് സമാധാനം നൽകാൻ തരുന്ന അപ്പോസ്തലന്മാർ കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ അങ്ങ് സഭയുടെ വിശ്വാസിക്കന്മാർ അങ്ങ് തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കഴിയണമേ. ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടല്ലേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പര സമാധാനം ആശംസിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം.
ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിലും മിശ്രണം സ്വീകരിക്കുന്ന നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിലും സ്വീകരണം എനിക്ക് വിധിക്ക് ശിക്ഷയും കാരണമാകാതെ അങ്ങേ കാരണത്താൽ എനിക്ക് മനസ്സിലെ ശരീരത്തിന് സംരക്ഷണം സ്വീകാര്യമായ ഔഷധവുമായി തീരുമാറാകട്ടെ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാട് വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീരവും രക്തവും ഇന്നത്തെ ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവാണിൻ്റെ ഓഹരി, അവിടുത്തെ തേടുന്ന മാനസത്തിന് അവിടെ നല്ലവനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കുദാശയുടെ ശക്തി വഴി വിശുദ്ധ പാതിരബിയോയുടെ മാതൃകയാൽ അങ്ങേ സ്നേഹത്തിൽ ഞങ്ങൾ നിരന്തരം നയിക്കുകയും ഞങ്ങൾ അങ്ങ് സമാരംഭിച്ചിരിക്കുന്ന സൽക്കർമ്മം യേശുക്രിസ്തുവിന്റെ ദിവസം വരെ പൂർത്തീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ലേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ദിവ്യകാരുണ്യതേ സകല വിസ്തരേ സകല മലാഖമാരേ അപേക്ഷിക്കണമേ. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ. ഇരു കൈകൾ നീട്ടി നീ വിളി